ട്രിവാൻഡ്രം സൂവും തൃശ്ശൂർ സൂ ഒക്കെ കണ്ടിട്ടുള്ള നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ സൂവിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും. ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കല്ലൊക്കെ വെച്ച് ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മണി പ്ലാന്റിലൊക്കെയാണ് ആളിരിക്കുന്നത് കേട്ടോ. കിങ് കോബ്ര, കിങ് കോബ്ര പത്തിക്ക് വളർത്തി അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് നമ്മൾ വീണ്ടും ഗുഹയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ കണ്ടോ ശരിക്കും നല്ലൊരു ഈ കാട് നിറച്ച് ഫോറസ്റ്റാന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഇഗ്വാനേനെ നമുക്കിങ്ങനെ കൊഞ്ചിക്കാം. ഇത് കണ്ടോ. ഓക്കെ 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 ആ ശരി. പൈത്തൺ. അപ്പോൾ പൈത്തനെ നമുക്ക് തൊടാം. ഇറ്റ് വോണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് ഇവിടെ ഒരു ബേർഡ് പാർക്കും അതുപോലെ തന്നെ ഒരു റെപ്റ്റൈൽ പാർക്കും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം നമ്മുടെ ആർക്കിടെക്ചർ പാർട്ട് തന്നെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് ഈ ഒരു എൻ്റയർ ഏരിയ. ഇതാണ് ബാലി റെപ്റ്റൈൽ പാർക്ക്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു ക്ലാഡിങ്, നമ്മുടെ വോൾക്കാനിക് റോക്ക് വെച്ചിട്ടാണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെബിൾസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റെപ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഫുൾ പെബിൾസ് വെച്ച് കണ്ടോ, വലിയൊരു കല്ല് വെച്ചു അതിനെ ഇത് ചെയ്തുകൊണ്ടുള്ളൊരു പാറ്റേണൊക്കെ ചെയ്തുകൊണ്ട് നല്ല രസമായിട്ട്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ചെടികളും ഇവിടുത്തെ വാഷ് ബേസിനടക്കം നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റോണിലൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് അല്ലേ രവതി? 2 ലക്ഷം രൂപയല്ലേ? 2 ലക്ഷം രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് റെപ്റ്റൈൽസ് ഇവിടെ ലൈവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കാണാം. ഇതുണ്ടോ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ. ഇതിന്ന് മിസ്റ്റ് വെള്ളം വെച്ചിട്ട് ഫാൻ കറങ്ങുന്നുണ്ട്, പുറകെ മിസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇഗ്വാന. ഇറ്റ് ഈസ് ഇഗ്വാന റൈറ്റ്? I can touch. No problem? No problem. Okay. Vegetarian. Pardon? Vegetarian. I did. Eat vegetable and fruit only. Okay, okay. They eat vegetable and fruit only. അപ്പോൾ നമുക്ക് ഇഗ്വാനേനെ നമുക്ക് ഇങ്ങനെ കൊഞ്ചിക്കാം. ഇത് കണ്ടോ. Maybe this one, sir? That is snake? Yeah, python. Python. They just bite and strangle. ഓക്കെ 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 ആ ശരി. പൈത്തൺ. അപ്പോൾ പൈത്തനെ നമുക്ക് തൊടാം. ഇറ്റ് വോണ്ട്. പൈത്തൺ നമ്മളെ നാട്ടിൽ കണ്ടിട്ടുള്ള പൈത്തൺ, പെരുമ്പാമ്പ്. ഈ രീതിയിൽ തൊടാം. താങ്ക് യു. This is a lizard. It's a male and a female. They have the small tail. സാധനം എന്താ? ലിസാർഡ്. വലിയ ലിസാർഡ് ഇതായിരിക്കുന്നു. ആമക്കുട്ടന്മാരുണ്ട് കണ്ടോ. ദാറ്റ് ഈസ് എ മെയിൽ. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം സൂവും തൃശ്ശൂർ സൂ ഒക്കെ കണ്ടിട്ടുള്ള നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ സൂവിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും. കണ്ടോ, നല്ലൊരു വാട്ടർഫാളും മൊത്തം ഫേൺസൊക്കെ വെച്ച് അവർക്ക് നല്ല അടിപൊളി. ഇവിടുത്തെ മൃഗങ്ങൾ വരെ വെൽ ഡിസൈൻഡ് ലാൻഡ്സ്കേപ്പിലാണ് നിൽക്കുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ഈ ഒരു റെപ്റ്റൈൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഭയങ്കര രസമായിട്ടൊരു ഫോറസ്റ്റ് സെറ്റ് ചെയ്തേക്കാണ്. ഇത് കണ്ടോ, മൊത്തം ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ഒരു മഹർഷി ഇരുന്ന തപസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിനകത്തേക്ക് വളരെ ചെറിയ ലൈറ്റേ കയറുന്നുള്ളൂ. ആ രീതിയിൽ നമുക്കിവിടെ എന്താ പറയുക, ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ ഈ രീതിയിൽ ഒരു ലിസാർഡിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്കോസിസ്റ്റം ഭയങ്കര നോക്കുക, ഫുൾ ഫേണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടാണ്. ഈ പല്ലി നമ്മുടെ നാട്ടിലെ പല്ലി വരണ പോലെ തന്നെ അല്ലേ, വലിയ പല്ലി. അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടോ, ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് കല്ലൊക്കെ വെച്ച് ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ 3 കൂടുകളിലും ലിസാർഡ്സ് തന്നെയാണ്. ഇനി ലാൻഡ്സ്കേപ്പിൻ്റെ കളികളാണ്. ഇത് കണ്ടോ, താഴത്തൊരു ഗ്രാസ്, അടുത്തൊരു ലെയറിൽ നമ്മുടെ ഇതെന്തായിരുന്നു മറ്റേ ഫിംഗർ പാം. ഇവിടെയും ഫിംഗർ പാമ്പ്, നല്ല ടോളായിട്ടുള്ള ഫിംഗർ പാമ്പ് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പാമ്പ് തന്നെ തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിൻ്റെയൊക്കെ പേര്. പിന്നെ യെല്ലോ ബാമ്പൂൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ആളുകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഒരു ബുദ്ധനൊക്കെ കാട്ടിലിരിക്കുന്നുണ്ട്. ഇവിടെ അഗെയിൻ ഇവിടെ എന്താണ്, മാംഗ്രൂവ് മോണിറ്ററോ, അതെന്താ സാധനം? മാംഗ്രൂവ് മോണിറ്റർ. അതോ അതിൻ്റെ ഉള്ളിൽ ഒരു ലിസാർഡ് തന്നെ. ഇവിടെയൊക്കെ നോക്കിയേ, ഈ സൈഡിലൊക്കെ വന്നപ്പോഴേക്കും ലാൻഡ്സ്കേപ്പും പെബിൾസും ഒക്കെ ചെയ്തത് കണ്ടോ, ഭയങ്കര രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അടിപൊളിയായിട്ടൊരു സ്ട്രീമൊക്കെ പോണതേ, അടിപൊളിയായിട്ടൊരു സ്ട്രീമും കാര്യങ്ങളൊക്കെ പോയി. അവിടുന്ന് അങ്ങനെ ഇതിന്നാ തോന്നുന്നു എനിക്ക് അവിടെയുള്ള നമ്മുടെ ഇതിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു ബുദ്ധൻ
നല്ല റസ്റ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നോക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. രാജു എന്താ പറഞ്ഞത്? യൂസ് ചെയ്ത വെള്ളം നേരെ റീസൈക്കിൾ ചെയ്ത് അവിടുന്ന് അടിച്ച വെള്ളം നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ഇതിനകത്താണ് ഇനി അടുത്ത റെപ്റ്റൈൽസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ കണ്ടോ, ഫുൾ വാട്ടർ ബോഡി ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് അതാണ് നേരെ അങ്ങോട്ട് പോണത്. ഇങ്ങനെയാണ് അത് പരിപാടി. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് നമുക്ക് പഠിക്കാനും കൂടെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഗ്രീൻ പിറ്റ് വൈപ്പർ, പച്ചിലപ്പാമ്പ്. ഇതാ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മണി പ്ലാന്റിലൊക്കെയാണ് ആളിരിക്കുന്നത് കേട്ടോ. പച്ചിലപ്പാമ്പ് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ? തുണി ഉണക്കിയിട്ട പോലെ അതെ പച്ചിലിപ്പാമ്പ് ഇരിക്കുന്നത് വേണ്ടോ, തുണി ഉണക്കിയിട്ട പോലെ കറക്റ്റ്. ശരിയാ, നല്ലൊരു ഭയങ്കര എസ്തെറ്റിക്കലായിട്ടാണ് പുള്ളി കിടക്കുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടെ, ഇത് ഗ്രീൻ പൈത്തൺ ആണ്. ഇത് പോയിസണസ് അല്ല എന്നാണ് പറയണത്. ഓക്കെ, നമ്മൾ ഈ കണ്ട ഗ്രീൻ പാമ്പുകളൊക്കെ അതെല്ലാം പോയിസണസ് ആണ്, റൈറ്റ്? പുള്ളിക്കാരി നമുക്കെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദിസ്? Blue snake. It is poisonous. Okay, നീല കളറുള്ള സ്നേക്ക് അല്ലേ? All pit viper, they have a high venom. Okay. Possible they can kill people. നീല കളറുള്ള പൈത്തൺ. ഇതൊക്കെ പിറ്റ് വൈപ്പറിൽ പെട്ട ആളുകളാണ്. നല്ല ബ്ലൂ കളറാണ്, ഇവിടുന്ന് നോക്കിയാൽ കാണാം, കണ്ടോ? ബ്ലൂ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പോയിസണസ് തന്നെയാണ്. കടിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇതെന്താ? വാഗലർ പിറ്റ് വൈപ്പർ. ഇതും ഒരു കൈൻഡ് ഓഫ് വൈപ്പറാണ്. കണ്ടോ, ഇങ്ങനെയാണ്. നല്ല രസമുണ്ട്. ഗ്ലെയർ അടിച്ചിട്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. ഇതിലേക്കാണ് ആളിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടോ നിങ്ങൾ? ഭംഗിയായിട്ട് നല്ലൊരു പാസേജും മൊത്തം ഇതിൻ്റെ മുകളിലൊക്കെ ഗ്രീൻ. അതായത് ഇവർക്കൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ടാവും, കാരണം ഫുൾ ഷേഡമാണ്. അപ്പോൾ അതിൽ ഭംഗിയായിട്ട് ആ ലാൻഡ്സ്കേപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ കൂടിയും ഒരു വാട്ടർ ബോഡിയൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടെ നോക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണുള്ളത്? അടുത്തത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയാണോ? ടേർട്ടിൽ, എന്തോ ഒരു തരത്തിൽ സ്പൈനി ടേർട്ടിലിന് ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ക്യാബേജാണ് തോന്നുന്നു അരിഞ്ഞ് വെച്ചേക്കുന്നത്. കാണാനുണ്ടോ? ആളെ കാണാനുണ്ടോ? ആളെ കാണുന്നില്ല, പക്ഷെ നമുക്ക് ഇവരുടെ ഒരു സെറ്റപ്പ് കാണാം. ഇത് കണ്ടോ, എഗെയിൻ ആ പെബിൾസൊക്കെ വെച്ച് ഭയങ്കര നാച്ചുറൽ ഫോർമാറ്റിലെല്ലാം സെറ്റ് ചെയ്ത് ശരിക്കും തിക്ക് ഫോറസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ലെവലിൽ വെച്ചിട്ട് നല്ല ഷേഡോയിലാണ് ഇവരിക്കുന്നത്. ഇവർക്ക് ആർക്കും ചൂടും വെയിലൊന്നും അടിക്കില്ല. നല്ലൊരു ക്ലൈമറ്റിക് കണ്ടീഷനിലാണ് ഇവരെല്ലാം അതിനകത്തുള്ളത്. എവിടെ? ഒരു തൊണ്ട് പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട, ആ ഉള്ളിൽ കാണാൻ ഒരു തൊണ്ട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരാളുണ്ട്, വേറെ ആരുമല്ല, ക്രൊക്കഡൈലാണ്. പുള്ളി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇവിടെ തന്നെ ആൾ കിടക്കുന്നുണ്ട്. പുള്ളിക്ക് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പും വാട്ടർഫാളും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ക്രൊക്കഡൈലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കേവ് പോലത്തെ സെറ്റപ്പാണ്. അത് കണ്ടോ, ഒരു മൊത്തത്തിലൊരു കേവ് പോലെ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പായലും പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പിൽ. അപ്പോൾ നമ്മൾ ഒരു അകത്തേക്ക് കയറിയിട്ടോ, ഒരു കേവിനകത്തേക്ക് കയറി. ഇതേ കിടക്കണു. ആരാണ്? സൗ പൈത്തൺ. സൗ ഐലൻഡിൽ മാത്രം കണ്ടുവരുന്ന പൈത്തൺ. നിങ്ങളോട് നോക്കി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരുന്നതുണ്ടോ? ഒരു മരമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എസ്തെറ്റിക്കലായിട്ട് തൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഭയങ്കര എസ്തെറ്റിക്കലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കോബ്രേനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കും നല്ലൊരു സെറ്റിംഗ് ഉണ്ട്. എല്ലാവർക്കും മറ്റേ ഫിംഗർ പാമാണ് സെറ്റപ്പ് ആയിട്ടുള്ളത്. അതുണ്ടോ, ബാക്കിൽ ഒരു ഇൻസ്റ്റലേഷനും ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാവൻഡി സ്പിറ്റിംഗ് കോബ്ര, വൈറ്റ് കളറുള്ള കോബ്രയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫേസൊക്കെ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഇങ്ങനെയാണ്, വെള്ള പാമ്പാണ്. ഇങ്ങനെയാണ്. പുള്ളിക്കും നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് സെറ്റപ്പിലൊക്കെയാണ് ആൾ നിൽക്കുന്നത്. ഇങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ. വൈൻ സ്നേക്ക്, പിറ്റ് വൈപ്പർ, നേരത്തെ പച്ചിലിപ്പാമ്പ് അല്ലേ? ഇതാണ് ശരിക്കുള്ള ആള്. മരത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പിടിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് എൻ്റെ ഫേസ്, ഭയങ്കര ഷാർപ്പ് ഫേസ് അല്ലേ? ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് കിങ് കോബ്ര, കിങ് കോബ്ര പത്തിക്ക് വളർത്തി അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്.
അടിപൊളി. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇതിനെ കിങ് കോബ്രേനെ നമ്മുടെയൊക്കെ ഉള്ള സ്നേക്ക് പാർക്കിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആളെ കാണാറില്ല, അല്ലെങ്കിൽ മുഖമൊന്നും കാണാറില്ല. ഇവിടെ തോലക്കൂരി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ തോലക്കൂരി ഇട്ടത് കാണാം. അവർക്ക് അതെന്താ അതൊക്കെ തൊലൂരി? അത് തലയാ? അല്ല, അത് പുള്ളിയാണല്ലേ. രണ്ടാമത്തെ വലിയൊരാൾ അവിടെ കിടക്കുന്നുണ്ട്. അത് കണ്ടില്ല. സ്റ്റെപ്പൊക്കെ കയറി നല്ലൊരു ലാൻഡ്സ്കേപ്പ്സോ കാര്യങ്ങളോ സെറ്റപ്പൊക്കെ ആക്കി പോസ് ചെയ്ത് ക്യാമറയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് പോസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ബാലിയിലെ കിങ് കോബ്ര ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ കിങ് കോബ്രയാണിത്. കണ്ടോ? ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവൻ ആദ്യം പോവും. അടുത്ത കാറ്റഗറി സദേൺ വൈറ്റ് ലിപ്ഡ് പൈത്തൺ. കാണാൻ നല്ല രസമുണ്ട് പുള്ളീനെ. ഇത് കണ്ടോ? അടിപൊളിയായിട്ട് ഫേസൊക്കെ കണ്ടോ? ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പോയ്സണസ് റൈറ്റ്? ഇത് പോയ്സണസ് അല്ല. ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അടുത്ത തരം ഗോൾഡ് റിംഗ്ഡ് കാറ്റ് സ്നേക്ക്. ഇറ്റ് ഈസ് പോയ്സണസ്. അതെ, വെള്ളിക്കെട്ടൻ. അതെ അതല്ലേ. നമ്മുടെ നാട്ടിലെ വെള്ളിക്കെട്ടനെ പോലെ ഉണ്ട് എന്തായാലും കാണാൻ. അങ്ങനെയുള്ളത്. അപ്പോൾ അത് പോയ്സണസ് ആണ്. ഇവിടെ അഗെയിൻ കുറേ ചെറിയ ടീമുകൾ ആരൊക്കെയൊക്കെ ഉണ്ട്. ഗുഹയെന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ കണ്ടോ ശരിക്കും നല്ലൊരു ഈ കാട് നിറച്ച് ഫോറസ്റ്റാന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഫോറസ്റ്റ് മുഴുവൻ കാടാന്ന് പറഞ്ഞ സ്കീമിലാണ് ഇവിടുത്തെ. ഇതൊക്കെ ഏതാ ചെടികൾ? ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഭയങ്കര രസമുള്ള സാധനങ്ങൾ. ഇവിടെ എന്താണുള്ളത് നമുക്ക്? ക്രൊക്കോഡൈൽ. അതാ മേലെ മരത്തിന്റെ മേലെ ഇരിക്കുന്നത്. അതാ ഇരിക്കുന്നത്. ലിസാർഡാന്ന് തോന്നുന്നല്ലേ? ലിസാർഡ് പോലെ. പുള്ളിക്കും ഇവർക്ക് എല്ലാവർക്കും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല അടിപൊളി വെള്ളച്ചാട്ടം, നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസും. ഇതാ ഈ രീതിയിലാണ്. സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ഫുൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഗ്രിപ്പിനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരു മരം ഇരിക്കുന്ന പോലെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഒരു തീം ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ട്രോപ്പിക്കൽ ഫോർമാറ്റിൽ കുറേ ഫേൺസൊക്കെ സെറ്റ് ചെയ്തത് കണ്ടോ. നല്ല തണുപ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. നല്ല തണുപ്പുണ്ട്. കാരണം പുറത്ത് മുട്ടം വെയിലാണ്. നല്ല വെയിലത്ത് കത്തിക്കരിഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ. ഓക്കെ, കൊമോഡോ ഡ്രാഗൺ. ഓക്കെ, അപ്പോൾ ഡ്രാഗൺ ഇവിടെ എവിടെയുള്ളത്? കാൺ ഫൈൻഡ്. ഇവിടെ ഒരു അതാ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് പുള്ളി. ഇതാ അവിടെ ഒളിച്ചിരിക്കുന്ന ആൾ കണ്ടോ. എനിക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പുള്ളി അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേക ഒരു സെറ്റപ്പ് കണ്ടോ. ഫുൾ ടഫൻഡ് ആയിട്ടുള്ള ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടും സേഫായിട്ടും നമുക്ക് ഇവരെ കാണാനൊക്കെ പറ്റും. അതിൻ്റെയൊക്കെ ഡോറും കാര്യങ്ങളും സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ വരെ ഒരു എസ്തെറ്റിക്കൽ എലമെൻറ്റ് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു വുഡ് വർക്ക് ഇതിൽ ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. നമ്മുടെ റൂഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഭയങ്കര മൈക്രോ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ബ്രിക്കൊക്കെ കാണുന്ന രീതിയിലുള്ള പണികളൊക്കെ കാണാം കേട്ടോ. ആൻഡ് വാട്ട് ഈസ് ഹിയർ? ക്രൊക്കഡൈൽ. ഓക്കെ, അടിപൊളി ക്രൊക്കഡൈൽ. ഇത്ര അടുത്ത് നിന്ന് നമ്മൾ ക്രൊക്കഡൈലിനെ വീണ്ടും ഇതുവരെ കണ്ടിട്ടില്ല. നല്ല സൈസുള്ള ക്രൊക്കഡൈലാണ് കേട്ടോ. കിടക്കുന്ന അവിടെ കണ്ടോ ലാൻഡ്സ്കേപ്പ്, കാട്, അത് വേറെ തന്നെ ലെവലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. കണ്ടോ, അകത്ത് കയറുമ്പോഴേക്കും ആമയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആമ ഇരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ അതെന്തായിരുന്നു, ലിസാർഡോ, ജെയിൻ ലിസാർഡോ. മൃഗങ്ങളെ കൂടെ നമ്മളെയും കൂടെ കൂട്ടിലാക്കിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു ആമക്കുട്ടനുണ്ട് കണ്ടോ. ആമേനെ രാജ്യം തൊട്ട് നോക്കുന്നുണ്ട്. ഞാനും തൊട്ട് നോക്കാം.